Hello dears, welcome back to ISKSA English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കമ്മ്യൂണിക്കേഷനിലെ ടെക്നിക്സ്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവല്ലേ. There are certain techniques that would make communication effective. കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്ന, കമ്മ്യൂണിക്കേഷനെ ഫലപ്രദമാക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ there are some qualities that help in bettering communication skills. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബെറ്റർ ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ മെച്ചപ്പെടുത്തുന്ന, നന്നാക്കുന്ന ചില ക്വാളിറ്റീസും ഉണ്ട്. അപ്പോൾ ചില ടെക്നിക്സും ഉണ്ട്, ചില ക്വാളിറ്റീസും ഉണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഇത് പറയുന്നത് ഡെവലപ്പ് ക്യൂരിയോസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. ചോദിക്കാവുന്നതുമാണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ജിജ്ഞാസ എന്ന് പറയും. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? അതായത് എന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷ. ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി. It is a good quality which helps in the smooth flow of information. Developing interest and curiosity in learning new things. Observing good communicators communicate and reading a lot would help to make communication effective and better. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഡെവലപ്പ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ഗുഡ് ക്വാളിറ്റി വിച്ച് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ. അതായത് വളരെ സ്മൂത്തായിട്ട് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു ക്വാളിറ്റിയാണ് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഡെവലപ്പിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ഇൻ ലേണിംഗ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യവും ക്യൂരിയോസിറ്റിയും ഡെവലപ്പ് ചെയ്യാം. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ, അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും ഡെവലപ്പ് ചെയ്യുക. ഒബ്സർവിങ് ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ്. നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ്, അതായത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അത്തരം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യാം. എന്തൊക്കെ പ്രത്യേകതകളാണ് അവർക്കുള്ളത്, അവരെങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ റീഡിങ് എ ലോട്ട്. അടുത്ത കാര്യം പറയുന്നത് ഒരുപാട് വായിക്കുക. ഈ 3 കാര്യങ്ങളും വുഡ് ഹെൽപ്പ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആൻഡ് ബെറ്റർ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാക്കാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും സഹായിക്കുന്ന 3 കാര്യങ്ങൾ, അതും ഡെവലപ്പ് ക്യൂരിയോസിറ്റി എന്നുള്ളതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യവും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും ഡെവലപ്പ് ചെയ്യാം. അത് കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കും. രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പറയുന്നത് റീഡിങ് എ ലോട്ട്, ഒരുപാട് വായിക്കാം. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ്, ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുക, അവരെ ഒബ്സർവ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് താല്പര്യം കാണിക്കാം. ഇത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ഗുണകരമാക്കാൻ, മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത്രയാണ് നമുക്ക് ഡെവലപ്പ് ക്യൂരിയോസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് ഡിസ്പ്ലേ എൻതൂസിയാസം. അതായത് നമ്മളൊരു ഉത്സാഹം കാണിക്കാം.
എൻത്യൂസിയാസം കാണിക്കുക. ഡിസ്പ്ലേ എൻത്യൂസിയാസം. എൻത്യൂസിയാസം എന്ന് പറഞ്ഞാൽ ഉത്സാഹം. എപ്പോഴും നമ്മൾ ഉത്സാഹം കാണിച്ചാൽ മാത്രമേ ഒരു വ്യക്തി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഉദാസീനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ചെയ്യുന്ന, ഗുണകരമാക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ഡിസ്പ്ലേ എൻത്യൂസിയാസം. അപ്പിയറിംഗ് എൻത്യൂസിയാസ്റ്റിക് ഹെൽപ്പ് ഇൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് നല്ല കമ്മ്യൂണിക്കേഷന് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് എന്ത്? എൻത്യൂസിയാസ്റ്റിക് ആയിട്ടിരിക്കാം. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആവേശം കാണിക്കുക, ഒരു ഉത്സാഹം കാണിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളോട് കാര്യങ്ങൾ കൂടുതൽ പറയാൻ ഒരു താല്പര്യം ഉണ്ടാവും. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇറ്റ് എൻകറേജസ് ദ റീഡർ. അതായത് ഒരു ലിസണർ എന്ന നിലയ്ക്ക് നമ്മൾ കാണിക്കുന്ന എൻത്യൂസിയാസം, നമ്മൾ കാണിക്കുന്ന ആവേശം അല്ലെങ്കിൽ ഉത്സാഹം എൻകറേജസ് ദ സ്പീക്കർ ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പീക്കർക്ക് ഒരു എൻകറേജ് ചെയ്യും, ഒരു ഉത്സാഹമാവും. കാരണം നമ്മുടെ താല്പര്യം കാണുമ്പോൾ നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ സ്പീക്കർക്ക് തോന്നും. ബോഡി ലാംഗ്വേജ് ഷോസ് ഇൻട്രസ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാൾ സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ താല്പര്യം നമ്മളെ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ കാണിക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷനിലുള്ള താല്പര്യം അയാളുടെ ബോഡി ലാംഗ്വേജ് എക്സിബിറ്റ് ചെയ്യും. ഇനി ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ആ കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. ആൻഡ് ആസ്കിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് പ്രോംപ്റ്റ് ദ സ്പീക്കർ ടു കമ്മ്യൂണിക്കേറ്റ് മോർ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തേത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയത്തക്ക തരത്തിലുള്ള ചോദ്യങ്ങളും അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ അത് കാണിക്കുന്നത് ആ വിഷയത്തിലുള്ള നമ്മളുടെ താല്പര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി സ്പീക്കർ എന്ത് ചെയ്യും? പ്രോംപ്റ്റ് ദ സ്പീക്കർ ടു കമ്മ്യൂണിക്കേറ്റ് മോർ. അതായത് നമ്മളോട് സ്പീക്കർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ ചില സമയത്ത് ചില ആളുകൾ നമ്മളോട് സംസാരിക്കണം എന്ന് കരുതിയ കാര്യങ്ങൾ തന്നെ പറയില്ല. അപ്പം അതുകൊണ്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിക്ക് അയാളുടെ കാഴ്ചപ്പാട് വെച്ച് സംസാരിക്കാവുന്ന പറയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ സ്പീക്കർ ഉദ്ദേശിക്കാത്ത പറയണത് കരുതാത്ത കാര്യങ്ങൾ പോലും നമ്മളെ താല്പര്യം കണ്ടിട്ട്, കാരണം അയാൾ പറയും ഒത്തര താല്പര്യം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പറയാമെന്ന് അയാൾക്ക് തോന്നിപ്പോവും. അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ഡിസ്പ്ലേ എൻത്യൂസിയാസം. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും നമ്മളൊരു ആവേശം, ഒരു ഉത്സാഹം കാണിക്കാം. മൂന്നാമത്തെ പോയിന്റ് ബി എംപതറ്റിക് എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താണ്? എംപതറ്റിക്. അതായത് എംപതറ്റിക് എന്ന് പറഞ്ഞാൽ സിമ്പതറ്റിക് എന്നല്ല, എംപതറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നമായിട്ട് കാണാം. ഇതാണ് എംപതറ്റിക് എന്ന് പറഞ്ഞാൽ. ഇൻ കമ്മ്യൂണിക്കേഷൻ എംപതി ഈസ് എ ബെറ്റർ ഫീലിംഗ് ദാൻ സിമ്പതി. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ സിമ്പതി അല്ല എംപതിയാണ് കാണിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷനിൽ ബെറ്റർ എംപതി
ദാൻ സിമ്പതി. സിമ്പതിയേക്കാൾ ബെറ്റർ എംപതിയാണ് നമ്മൾ കാണിക്കേണ്ടത്. വെൻ യു ആർ എംപതറ്റിക്, നിങ്ങൾ ഒരാളോട് എംപതറ്റിക് ആവുമ്പോൾ, എന്താണ് എംപതറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എംപതറ്റിക് ആകുമ്പോൾ ഉള്ള ഗുണം എന്താ? യു വിൽ ഹാവ് ദ എബിലിറ്റി ടു ഫീൽ എ പേഴ്സൺസ് ഫീലിങ്സ് ആസ് യുവർ ഓൺ. മറ്റൊരു വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങളായിട്ട് കാണാനുള്ള കഴിവ്, അതാണ് എംപതി. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് കമ്മ്യൂണിക്കേഷൻ. എംപതി കമ്മ്യൂണിക്കേഷന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. കമ്മ്യൂണിക്കേഷന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ കാര്യശേഷി, കമ്മ്യൂണിക്കേഷനെ കൂടുതൽ ഫലപ്രദമാക്കും. അതുപോലെ തന്നെ റിമൂവിങ് ദ ഫീലിംഗ് ഓഫ് ഐ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാണ്, കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്, റിമൂവിങ് ദ ഫീലിംഗ് ഓഫ് ഐ. ഈ ഞാൻ എന്നുള്ള ബോധം, ഞാൻ എന്നുള്ള ചിന്ത, ഐ, ഈ ഞാൻ എന്നുള്ള ബോധം എന്ന് പറയുന്നത് അഹംഭാവത്തിന്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു സ്വരമാണത്. ആ ഒരു സ്വരത്തെ റിമൂവ് ചെയ്യാം, മാക്സിമം അത് സംസാരത്തിൽ നിന്നും ഒഴിവാക്കാം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം കേൾക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? റിമൂവിങ് ദ ഫീലിംഗ് ഓഫ് ഐ, ഞാൻ എന്ന തോന്നൽ അതങ്ങോട്ട് ഒഴിവാക്കുക. ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തേത് റിഫ്ലക്റ്റ് ഹോണസ്റ്റി, സത്യസന്ധത പ്രതിഫലിപ്പിക്കുക. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലും റിഫ്ലക്റ്റ് ഹോണസ്റ്റി. സ്റ്റേയിങ് ഹോണസ്റ്റ് ടു വൺസ് ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഹെൽപ്സ് ഇൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ ഫലപ്രദമാക്കുന്ന, കമ്മ്യൂണിക്കേഷനെ ഗുണകരമാക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണെന്ത്? സ്റ്റേയിങ് ഹോണസ്റ്റ് ടു വൺസ് ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ്. ഒരു വ്യക്തി അയാളുടെ ഫീലിങ്സ് അതുപോലെ തന്നെ അയാളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയുമ്പോൾ അതിനോട് നമ്മൾ സത്യസന്ധത കാണിക്കുക, സത്യസന്ധത പുലർത്തുക എന്നുള്ളത്. സ്റ്റേയിങ് ഹോണസ്റ്റ്. ഒരാൾ അയാളുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ എടുക്കുക, സത്യസന്ധമായൊരു നിലപാട് നമ്മൾ അതിനോട് കാണിക്കുക. വെൻ ദ പാർട്ടിസിപ്പൻസ് ഇൻവോൾവ്ഡ്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ്ഡ് ആവുന്ന അംഗങ്ങൾ, അതായത് 2, 3, 4 എത്ര അംഗങ്ങളായിക്കോട്ടെ, ആ പാർട്ടിസിപ്പൻസ് ആർ ഹോണസ്റ്റ്, അവരെല്ലാവരും സത്യസന്ധത ഉള്ളവരായാൽ, പാർട്ടിസിപ്പൻസ് ഹോണസ്റ്റ് ആയി കഴിഞ്ഞാൽ there would be an effortless flow of information. അവിടെ ഇൻഫോർമേഷൻ വളരെ എഫോർട്ട്ലെസ് ആയിട്ട്, യാതൊരു പ്രശ്നവും ഇല്ലാതെ, എഫോർട്ട്ലെസ്, ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, ഒരു എഫോർട്ട് ഇല്ലാതെ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യും. അതായത് എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ സത്യസന്ധമായൊരു മനോഭാവമാണെന്ന് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ എന്നോട് തുറന്നു പറയും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. കാരണം കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഹോണസ്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആരും കാര്യങ്ങൾ തുറന്നു പറയും, ഓപ്പണായിട്ട് പറയും. അതിനെന്തു ചെയ്യണം? ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് എല്ലാം ഹോണസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ there would be an effortless flow of information. ഇൻഫോർമേഷൻ എഫോർട്ട്ലെസ് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യും. അതിനുള്ള മാർഗമാണ് സത്യസന്ധത. ഇനി അടുത്തത് പോളിഷ്, സെൻസ് ഓഫ് ഹ്യൂമർ.
അപ്പൊ അടുത്തതാണ് എന്ത് ചെയ്യുന്നത്, സെൻസ് ഓഫ് ഹ്യൂമർ എന്നുള്ളതാണ്. നർമ്മബോധം, സെൻസ് ഓഫ് ഹ്യൂമർ വേണം. ഈ നർമ്മബോധം കൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ നർമ്മബോധം എന്ന് പറഞ്ഞാൽ, ഈ നർമ്മബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പറയണം എന്നല്ല, അതല്ല നർമ്മബോധം. നർമ്മബോധം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളൊരു തമാശ പറയുമ്പോൾ കൃത്യമായി പറയേണ്ടിടത്ത് പറയേണ്ടത് പറയാം. ഒന്ന്, അത് നർമ്മബോധത്തിന്റെ ഭാഗമാണ്. രണ്ടാമത്തേത്, മറ്റൊരാളൊരു തമാശ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും കഴിയാം. ഈ രണ്ട് കാര്യങ്ങളും സെൻസ് ഓഫ് ഹ്യൂമറിൽ വരുന്നതാണ്. ഗുഡ് ഹ്യൂമർ ഈസ് ഓൾവേസ് വെൽക്കം ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോഴും ഹ്യൂമറിനെ വെൽക്കം ചെയ്യും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനിൽ ഹ്യൂമർ അതൊരു റിലീഫ്, അതൊരു ആശ്വാസമാണ്, അതൊരു സന്തോഷമാണ്. പക്ഷെ അത് ഗുഡ് ഹ്യൂമർ ആയിരിക്കണം. കാരണം അത് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ പറയുന്ന ആൾക്ക് ഹ്യൂമർ സെൻസ് വേണം, കേൾക്കുന്ന ആൾക്കും, രണ്ടുപേർക്കും വേണം. കാരണം നർമ്മത്തെ നർമ്മമായിട്ട് പരിഗണിക്കാം, നർമ്മം പറയേണ്ടടുത്ത് നർമ്മം പറയാം. അതാണ് പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ. ഒന്നാമത്തെ വരി, ഗുഡ് ഹ്യൂമർ ഈസ് ഓൾവേസ് വെൽക്കം ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒരാളും തമാശ പറയുന്നതിന് തമാശയ്ക്ക് എതിരല്ല, പക്ഷെ തമാശ പറയേണ്ടടുത്ത് പറയേണ്ട പോലെ പറയണം. നോക്കൂ, മേക്ക് ഷുവർ ദാറ്റ്, നമ്മൾ തമാശ പറഞ്ഞിട്ടല്ല നോക്കേണ്ടത്. നമ്മളൊരു തമാശ പറയുകയാണെങ്കിൽ പറയുന്നതിന് മുൻപ് നമ്മൾ മേക്ക് ഷുവർ, നമ്മൾ ഉറപ്പിക്കണം. എന്തുറപ്പിക്കണം? യുവർ ജോക്സ് ആർ പൊളിറ്റിക്കലി കറക്റ്റ്, സ്യൂട്ടബിൾ ആൻഡ് ഹാംലെസ്. ഈ മൂന്ന് കാര്യം നോക്കണം. ഒന്നാമത്തെ കാര്യം, തമാശ പറയുന്നതിന് മുൻപ് ആ തമാശ കറക്റ്റാണ്, അത് നോക്കണം, കറക്റ്റ് ആയിരിക്കണം തമാശ. രണ്ടാമത്തേത് സ്യൂട്ടബിൾ, നമ്മൾ ഏത് സാഹചര്യത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം, കല്യാണ വീട്ടിൽ പറയേണ്ട കോമഡി മരിച്ച വീട്ടിൽ പറയാൻ പാടില്ല. ആ ഒരു സന്ദർഭ ബോധം വേണം. അതാണ് നമ്മൾ പറയുന്ന തമാശ സാഹചര്യത്തിന് സ്യൂട്ടബിൾ ആണോ. അതുപോലെ തന്നെ അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ഹാംലെസ്. സംഭവം മനസ്സിലായിട്ടുണ്ടോ? ഹാംലെസ്. ചിലപ്പോൾ എനിക്കതൊരു തമാശയായിരിക്കും, ഞങ്ങളൊരു 3 പേര് കൂടി സംസാരിക്കുകയാണ്, ആ സംസാരിക്കുമ്പോൾ എനിക്കൊരു തമാശയായിരിക്കും, ഞാൻ നല്ല ചിരിയിൽ കാര്യം പറയും. പക്ഷെ കൂട്ടത്തിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റുള്ളവരിൽ ആർക്കെങ്കിലും അത് മനപ്രയാസം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഞാനത് പറയാൻ പാടില്ല. അതാണ് ഹാംലെസ്. അതായത് തമാശ ഹാംലെസ് ആയിരിക്കണം, അത് നിരുപദ്രവകരമായിരിക്കണം. എൻ്റെ കൂടെ ഉള്ളവർക്ക്, എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് ദോഷം ചെയ്യാൻ പാടില്ല. ഇത് നിർബന്ധമായി ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ, സന്ദർഭവും സാഹചര്യവും ആളും നോക്കാതെ തമാശ പറയാം, അത് കാണിക്കുന്നത് നമുക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല എന്നുള്ളതാണ്. ആ രീതിയിൽ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടിപൊട്ടും. അപ്പം അതുകൊണ്ട് തമാശ പറയുമ്പോൾ സെൻസ് ഓഫ് ഹ്യൂമർ വേണം. നല്ല തമാശകൾ ഓൾവേസ് വെൽക്കം ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് പോസിറ്റിവിറ്റി എന്നുള്ളതാണ്. അടുത്ത ഘടകം എന്താണ്? പോസിറ്റിവിറ്റി. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. എന്താ മക്കളെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹാവ് എ ജനറൽ സെൻസ് ഓഫ് പോസിറ്റിവിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റിവിറ്റി, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. എങ്ങനെയാണ് പോസിറ്റീവ് ആവുക? പോസിറ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുക, എനർജറ്റിക് ആവുക, ചിരിക്കുന്ന മുഖം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഹാവ് എ ജനറൽ സെൻസ് ഓഫ് പോസിറ്റിവിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ പോസിറ്റീവ് ആവുക എന്നുള്ളത് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട് നമ്മൾ പറയുന്ന കാര്യത്തിൽ ചിലപ്പോൾ കിട്ടും. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മളത് ശ്രമിക്കാം. കാരണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് ആ രീതിയിൽ പോസിറ്റീവ് ആവട്ടോ.
കാരണം ഇത് കേട്ടിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്തടത്ത് പോയിട്ട് എന്ത് ചെയ്യരുത്, ചിരിച്ച് സംസാരിക്കാൻ നിൽക്കരുത്. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കണം. കാരണം ഇത് പൊതുവെ പറയാം, പൊതുവെ സെൻസ് ഓഫ് പോസിറ്റിവിറ്റി യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്, എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആവുക. ചിരിക്കാം. സ്മൈൽ മോർ ബിക്കോസ് ഇറ്റ് മേക്സ് യു മോർ അപ്രോച്ചബിൾ. മാക്സിമം എന്ത് ചെയ്യുക, ചിരിക്കാം. എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഇറ്റ് മേക്സ് യു മോർ അപ്രോച്ചബിൾ. അത് നിങ്ങളെ കൂടുതൽ അപ്രോച്ചബിൾ ആക്കും. എങ്ങനെയാണ് അത് അപ്രോച്ചബിൾ ആക്കുക ഞാനൊന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടും ഞാൻ ചിരിച്ചും അങ്ങനെ നടക്കുന്ന ഒരാളാണെന്ന് വെക്കാം. വെറുതെ ചിരിക്കല്ലോ കേട്ടോ, വെറുതെ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വട്ടുകലയെ നമ്മൾ പൊട്ടനാന്ന് കരുതും. കാരണം ഞാനൊരു ആവശ്യത്തിന് ആളുകളെ കണ്ടാൽ അവരോട് ചിരിക്കും മറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആളുകൾ എന്നോട് വന്ന് സംസാരിക്കാൻ ഒരു താല്പര്യം കാണിക്കും. അതാണ് ചിരി നമ്മളെ കൂടുതൽ അപ്രോച്ചബിൾ ആക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും. അതേ സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിൽ ചിരിക്കാതെ അല്ലെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ കണ്ടാൽ തന്നെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരില്ല, എന്നോട് സംസാരിക്കില്ല. അതേ സമയത്ത് ഞാൻ എപ്പോഴും പ്ലസന്നായിട്ട് നടക്കും. പ്ലസന്നത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കി ഒച്ചയിട്ട് ചിരിക്കൊന്നും വേണ്ട. നമ്മളെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി എപ്പോഴും ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ആളുകൾ നമ്മളോട് സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി ആളുകളിൽ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ചിരി നമ്മളെ അപ്രോച്ചബിൾ ആക്കും. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായില്ല എങ്ങനെയെന്നുള്ളത്. അപ്പൊ ആ ചിരിയാണ് ഉദ്ദേശിച്ചത്. ആളുകളെ കാണുമ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചാൽ എവിടെ പോകണമെന്ന് ചോദിക്കലല്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ആളുകൾ വിചാരിക്കും നമുക്ക് ഭ്രാന്താന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ പൊട്ടനാന്ന് വിചാരിക്കും. അപ്പൊ ആ ചിരിയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ജെന്റിൽനെസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു ചിരി. ഇനി നോക്കൂ, മാത്രമല്ല അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ചിരി മാത്രം ഉണ്ടായ പോരാ, സ്ട്രെസ് മാനേജ്മെന്റ്. എപ്പോഴും നമുക്ക് കാമായിട്ടിരിക്കാൻ കഴിയണം. നമ്മളുടെ സ്ട്രെസ്, നമ്മളെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സ്ട്രെസ് മാനേജ്മെന്റ് ഹെൽപ്സ് ടു സ്റ്റേ പോസിറ്റീവ്. അതായത് ഇനി പോസിറ്റീവ് ആവാനുള്ള മറ്റൊരു വഴിയാണ് പറഞ്ഞത് സ്ട്രെസ് മാനേജ് ചെയ്യാം. അതായത് സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമ്മളെ മൈൻഡിന് കൊടുക്കാൻ കഴിയണം. കാരണം നമ്മളെ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മുഖത്ത് കാണും. മുഖത്തത് കാണുമ്പോൾ നമ്മൾ ചിരിക്കണം എന്നില്ല, അല്ലാതെ തന്നെ ഒരു പ്രസന്നമായൊരു ഭാവം മുഖത്ത് വരും. അപ്പം അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കഴിവാണെന്ത്, സ്ട്രെസ് മാനേജ് ചെയ്യാം. സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല സ്ട്രെസ് മാനേജ്മെന്റ്. കാരണം ഇവിടെ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ, ഒരിക്കലും ഹൗ ടു മാനേജ് സ്ട്രെസ് നമ്മളതിൻ്റെ ഭാഗമല്ല. എന്നാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സിമ്പിൾ, ഒരു ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. കാരണം ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ക്ലൂ നിങ്ങൾക്ക് തന്നതാണ്. അപ്പൊ എങ്ങനെ പോസിറ്റീവ് ആവാം? പോസിറ്റിവിറ്റിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്മൈല്, മറ്റൊന്ന് സ്ട്രെസ് മാനേജ്മെന്റ്. സ്മൈലിന്റെ ഗുണം ഞാൻ പറഞ്ഞു. സ്മൈല് നമ്മളെ കൂടുതൽ അപ്രോച്ചബിൾ ആവും. ആളുകൾ നമ്മളോട് സംസാരിക്കാനും നമ്മളടുത്തേക്ക് വരാനും നമ്മളോടൊരു കമ്പനിക്കൊക്കെ ആളുകൾ താല്പര്യപ്പെടും. കാരണം സ്ട്രെസ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു പ്രസന്നത വരും. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയും നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ. കാരണം ഫ്രീ മൈൻഡ് ആണെങ്കിൽ നമുക്ക് എന്തിനു കഴിയും? എക്സ്പ്രസ് മോർ, കൂടുതൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഫലപ്രദമായിട്ട് എക്സ്പ്രസ് ചെയ്യലല്ല. അതായത് എന്ത് പറഞ്ഞു എന്നതിലല്ല കാര്യം, എങ്ങനെ പറഞ്ഞു എന്നുള്ളതിലാണ്. കാരണം അവിടെയാണ് നമ്മളെ റിസൾട്ട് കിടക്കുന്നത്. അടുത്തത് ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി. കാരണം ഈ പോയിന്റാണ് ഞാൻ അറിയാതെ പറഞ്ഞത്. സംസാരിക്കുമ്പോൾ ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി. ദാറ്റ് മീൻസ് ക്ലിയർനെസ്, വ്യക്തത. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. ഞാനൊരു പോയിന്റ് പറയട്ടെ. പറയുന്ന കാര്യം വ്യക്തമല്ലെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയണം.
അല്ലെങ്കിൽ നമ്മൾ പറയണ്ട. ഇത് നോക്കൂ, ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയണം. അല്ലെങ്കിൽ റിസീവറിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഉദ്ദേശിച്ച മീനിങ് എൻ്റെ റിസീവർക്ക് കിട്ടൂല, അയാൾ എന്നെ തെറ്റിദ്ധരിക്കും, ഒരു പക്ഷേ അയാൾ എന്നെ ശത്രുവായിട്ട് കാണാം. കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം, ഒരു മെസ്സേജ് കൺവേ ചെയ്തില്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. യുവർ മെസ്സേജസ് ഷുഡ് ബി ക്ലിയർ. അതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. യുവർ മെസ്സേജസ് ഷുഡ് ബി അല്ല, മസ്റ്റ് ബി ക്ലിയർ. ഷുഡ് ബി എന്ന് പറയുമ്പോൾ അഡ്വൈസ് പോലെ പറയാം. ഞാൻ ഒന്നുകൂടി പവറാക്കാണ്, എഴുതുമ്പോൾ ഇതിൽ ഷുഡ് ബി ആണ് കേട്ടോ. യുവർ മെസ്സേജസ് ഷുഡ് ബി ക്ലിയർ. ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. യുവർ മെസ്സേജസ് മസ്റ്റ് ബി ക്ലിയർ. നിങ്ങളുടെ മെസ്സേജസ് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? വ്യക്തമായിരിക്കണം. There should not be any scope for misunderstanding in communication. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു സ്കോപ്പ്, ഒരവസരം നിങ്ങൾ കൊടുക്കരുത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറേക്കാരം. കാരണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മേ ലീഡ് ടു ഡെത്ത്. ചിലപ്പോൾ മരണത്തിലേക്കോ ഒരു കൊലപാതകത്തിലേക്കോ നയിക്കാം. ഞാൻ തമാശക്ക് പറയല്ല, കാരണം സംഭവിക്കാം. കാരണം തെറ്റിദ്ധാരണ എന്തുകൊണ്ടാണ് വരുന്നത്? തെറ്റിദ്ധാരണ വരുന്നത് എന്തായിരിക്കാം? പറഞ്ഞ കാര്യത്തിലെ വ്യക്തത കുറവാണ്. ഈ തെറ്റിദ്ധാരണ പലപ്പോഴും പല കേസുകളിലും കൊലപാതക കാരണമായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും മെസ്സേജസ് ഷുഡ് ബി ക്ലിയർ. രണ്ടാമത്തെ പോയിന്റ്, there should not be any scope for misunderstanding in communication. ഒരു കാരണവശാലും കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു സാധ്യത വരുത്തരുത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. സംസാരിക്കുമ്പോൾ കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ്. നമ്മൾ സംസാരിക്കാം, നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച വാക്കുകളാണ് തീരുമാനിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടായില്ല, എൻ്റെ വായിലൂടെ വരുന്ന വാക്കുകളാണ് ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു മെസ്സേജ് ആണെങ്കിലും കമ്പോസ് ചെയ്യുന്നതിന് മുൻപ്, വെദർ ഇറ്റ് ഈസ് റിട്ടൺ ഓർ സ്പോക്കൺ, അത് റിട്ടൺ ആണെങ്കിലും ശരി സ്പോക്കൺ ആണെങ്കിലും ശരി, നിങ്ങൾ ഏതൊരു മെസ്സേജ് കമ്പോസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ്. വാക്കുകൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം. അതായത് നമ്മൾ പറയുന്ന വാക്കുകളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? തെറ്റിദ്ധാരണകളിലേക്ക് പോകുന്നത്. ഇനി നോക്കൂ, യുവർ ചോയ്സ് ഓഫ് വേർഡ്സ് ഷുഡ് ബി പെർഫെക്റ്റ്. എപ്പോഴും നിങ്ങളുടെ വാക്കുകൾ, ചോയ്സ് ഓഫ് വേർഡ്സ് എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം. ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ അവോയ്ഡ് ഫില്ലർ വേർഡ്സ്. മാക്സിമം എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഫില്ലർ വേർഡ്സ് ഒഴിവാക്കുക. എന്താണ് ഫ്രണ്ട്സ് ഫില്ലർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ? ഫില്ലർ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഫ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ചിലപ്പം അടുത്തത് എന്തു പറയണം എന്നിങ്ങോട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ നിലനിർത്താൻ വേണ്ടി, ജസ്റ്റ് ഒരു ബ്രേക്ക് തോന്നാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം, ആ പദത്തിനാണ് ഫില്ലർ വേർഡ്സ് എന്ന് പറയാം കേട്ടോ. ആ ജസ്റ്റ് ആ വേർഡ് ഒന്ന് ഓർത്ത് വെക്കൂ. എന്താണ് ഫില്ലർ വേർഡ്സ്? അപ്പം അതാണ് ഫില്ലർ വേർഡ്സ്. അപ്പോൾ ഫില്ലർ വേർഡ്സ് ഒരു മാർക്കിനുള്ള ചോദ്യമായിട്ട് നിങ്ങളോട് ഫില്ലർ വേർഡ്സിന് എക്സാമ്പിൾ എഴുതാൻ പറയും. എക്സാമ്പിൾ ആണ് ഏത്? ഓ എന്നുള്ളത്, OH, സോ, റൈറ്റ് അല്ലേ? ചില ആളുകൾ സംസാരത്തിൻ്റെ ഇടക്കിടക്ക് റൈറ്റ് അല്ലെങ്കിൽ സോ അല്ലെങ്കിൽ ദെൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു തുടർച്ചയ്ക്ക്. അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ അവർക്ക് നഷ്ടപ്പെടും. അത് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ഫില്ലർ വേർഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്,
ഇതോടുകൂടി ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ ലാസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഒരു എസ്സേ ആണ്. അപ്പോൾ എസ്സേയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക. ജസ്റ്റ് ഒരു ചെറിയൊരു ലെക്ചർ നോട്ട് ഉണ്ടാക്കിയിട്ട് ആ ഹെഡിങ്സ് ഒക്കെ, കാരണം ഇവിടെ 4-5 ഹെഡിങ്സ് പറഞ്ഞില്ലേ, ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ക്യൂരിയോസിറ്റി, ഡിസ്പ്ലേ എൻതൂസിയാസം, ബി എംപതറ്റിക്, റിഫ്ലക്റ്റ് ഹോണസ്റ്റി, പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ, പോസിറ്റിവിറ്റി, ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി, കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ്. ഈ ഒരു ടൈറ്റിലുകൾ ഇന്ത്യ നോട്ട് ചെയ്ത് വെക്കാം. കാരണം ടൈറ്റിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ടൈറ്റിൽ ഇല്ലാതെ കൃത്യമായിട്ട് എക്സാമിന് ടൈറ്റിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്നാൽ ടൈറ്റിൽ നോക്കി അങ്ങനെ ആൻസർ ടിക്ക് ചെയ്ത് പൊക്കോളും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൃത്യതയോടുകൂടി പഠിക്കുക. പഠിക്കുന്നത് എഴുതാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തി പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.